നമസ്കാരം. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുന്ന ഭീകരമായ അഴിമതി നീക്കങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറെ പ്രാധാന്യമുള്ള ആസൂത്രണ ബോർഡ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് പരീക്ഷയിൽ PSC ഉദ്യോഗസ്ഥർ ഒത്തുചേർന്ന് വമ്പൻ ഗൂഢാലോചന നടത്തി നിയമനം പൂർണ്ണമായും അട്ടിമറിച്ചെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇടത് സംഘടനാ പ്രവർത്തകനായ അരുൺ ജെ പ്രതാപ് എന്ന ഉദ്യോഗാർത്ഥിക്ക് ഒന്നാം റാങ്ക് ഉറപ്പാക്കുന്നതിനായി മൂല്യനിർണ്ണയത്തിൽ വൻതോതിൽ തിരിമറി നടത്തുകയായിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയോ കഴിവോ നോക്കാതെ രാഷ്ട്രീയ സ്വജനപക്ഷപാതത്തിനും സ്വന്തക്കാർക്ക് ജോലി വെച്ച് നീട്ടുന്നതിനും വേണ്ടി PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ പാടെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ തെളിവുകളാണിപ്പോൾ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും 10 പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പൂർണ്ണമായും വിട്ടുകളഞ്ഞുകൊണ്ടാണ് ഈ ഒരു അട്ടിമറി അരങ്ങേറിയിട്ടുള്ളത്. ആകെ 58 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ മൂല്യനിർണ്ണയം നടത്താതെ മുക്കിക്കളഞ്ഞത്. 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി കൃത്യമായി മൂല്യനിർണ്ണയം നടത്തിയിരുന്നെങ്കിൽ ഇടത് പ്രവർത്തകനായ അരുൺ ജെ പ്രതാപിന് റാങ്ക് പട്ടികയിൽ പോലും ഉൾപ്പെടാൻ കഴിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം ഈ 10 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് അരുൺ ഉത്തരമേ എഴുതിയിരുന്നില്ല. ബാക്കിയുള്ള 6 എണ്ണത്തിന് വെറുതെ എന്തൊക്കെയോ അടിയന്തരമായി എഴുതി വെക്കുക മാത്രമാണ് ചെയ്തത്. മറ്റു മിടുക്കരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ചോദ്യങ്ങൾക്ക് മാർക്ക് ലഭിച്ചാൽ അരുൺ പുറത്താകുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ചേർന്ന് 58 മാർക്കിന്റെ ആ ഭാഗം തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. PSC ഉദ്യോഗസ്ഥരും CPM പ്രതിനിധികളായ ബോർഡ് അംഗങ്ങളും തമ്മിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. നിലവിൽ 10 പേർ ഉൾപ്പെടുന്നതാണ് ഈ ഒരു റാങ്ക് പട്ടിക. ഈ പരീക്ഷയുടെ മൂല്യനിർണ്ണയ ചുമതല വഹിച്ച അഡീഷണൽ സെക്രട്ടറി തലങ്ങളിൽ ജോലി ചെയ്ത 2 ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരിൽ മാത്രം ഈ ഒരു തട്ടിപ്പ് ഒതുങ്ങില്ലെന്നും ഇതിന് പിന്നിൽ വമ്പൻ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും ഉറപ്പാണ്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ ഒരുമിച്ച് ചേർത്താണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ മാർക്ക് പട്ടിക ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ PSC തയ്യാറായിട്ടില്ല എന്നതും കള്ളക്കളികളുടെ ആഴം വ്യക്തമാക്കുകയാണ്. CPM പ്രതിനിധിയായ ചെയർമാനും മറ്റു 2 അംഗങ്ങളും അടങ്ങിയ ബോർഡാണ് അഭിമുഖം നടത്തിയത്. ഇതിന്റെ രേഖകൾ കൂടി പിടിച്ചെടുത്ത് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തുവരികയുള്ളൂ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും അരങ്ങു തകർത്തപ്പോൾ അതെല്ലാം തികച്ചും സുതാര്യമാണെന്ന് പ്രസംഗിച്ച നേതാക്കളുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർത്ത് മാർക്ക് വെട്ടിക്കുറച്ച് സ്വന്തക്കാർക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചു നൽകുന്ന ഒന്നാം റാങ്ക് നൽകുന്ന ഈ ഒരു പ്രവണത ജനങ്ങളോടും തൊഴിൽരഹിതരായ യുവാക്കളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ്. ഇത്തരത്തിലുള്ള മറ്റു പരീക്ഷകളെ കുറിച്ച് 90ഓളം പരാതികളാണ് ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഓരോ പരാതിയിലും വിശദമായ അന്വേഷണം നടത്തുന്നതിന് സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷമായിരിക്കും തട്ടിപ്പ് നടത്തിയ PSC ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടുത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേട് ചോദ്യം ചെയ്തുകൊണ്ട് പരീക്ഷയിൽ 5ാം റാങ്ക് നേടിയ VS ജയലാൽ നൽകിയ പരാതി നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ്. 3ാം റാങ്കുകാരനായ K ശ്യാംകൃഷ്ണൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കാനും വാർത്തകൾ മുക്കാനും ശ്രമിച്ച ഭരണാധികാരികളുടെ പൊയ്മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരുടെ അധ്വാനത്തെ കണ്ടില്ലെന്ന് വെച്ച് ഇത്തരം അഴിമതികൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിച്ചില്ലെങ്കിൽ PSC എന്ന പ്രസ്ഥാനത്തിലുള്ള ജനങ്ങളുടെയും യുവാക്കളുടെയും അവശേഷിക്കുന്ന വിശ്വാസം കൂടി പൂർണ്ണമായും ഇല്ലാതാകും.